ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡോർഫ് ടെക്നോളജിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ നല്ല അടിപൊളി ഒരു ഫ്ലാഷ് ലൈറ്റ് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബാറ്ററി കണക്ടറാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കട്ടെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തുടങ്ങാം. വീഡിയോയിലേക്ക് ഇടുന്നതിന് മുമ്പ് ഇതുവരെയ്ക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൺ ഓൾ സെറ്റ് ചെയ്യുക. അപ്പോഴേ എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടനെ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇച്ചിരി സേഫ്റ്റിക്ക് കൈയൊന്നും മുറിയായിരിക്കും, നിങ്ങളും ഗ്ലൗസൊക്കെ ഇട്ട് എടുക്കുക. അതുപോലെ ബാറ്ററിയൊക്കെ തൊടാൻ നേരം ഗ്ലൗസൊക്കെ ഇട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ പ്ലെയറും കൊണ്ട് പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇച്ചിരി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇങ്ങനത്തെ കട്ടർ എടുത്ത് ഞാൻ അത് മുറിക്കുകയാണ് ഗൈസ്. ആവശ്യത്തിന് നല്ല സേഫ്റ്റിയോടെ വേണം. ഗ്ലൗസ് വേണം നിങ്ങൾ അതിൻ്റെ കൊണ്ടേക്ക് ഒന്നുകൂടി ഇട്ടാൽ. പക്ഷേ ഇത് വെച്ച് കൈ മുറിഞ്ഞാൽ സത്യത്തിൽ പറയാൻ നല്ല അടിപൊളിയായിട്ടുള്ള സ്ക്രാച്ച് വരും. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ നല്ല സേഫ്റ്റി വേണം നമ്മളിങ്ങനെ എടുക്കുക. ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ മുറിച്ചിങ്ങനെ കൊണ്ടുവരാം. ഓക്കെ, പിന്നെ അകത്തെ സെല്ലൊക്കെ തുടങ്ങുന്നവരൊക്കെ സേഫ്റ്റിയോടൊക്കെ തൊടുക. ഓക്കെ, അപ്പോൾ നമ്മൾ അകത്തെ ഇങ്ങനെ കവർ നമ്മളിങ്ങനെ ചുരുട്ടി ഇങ്ങനെ തുറക്കണം. ഓക്കെ, അത് പൊട്ടിച്ചാൽ ഇനി നമ്മൾ അതിനകത്ത് സെല്ലെടുത്തിട്ട് ഓക്കെ നമ്മുടെ കണക്ടറിന് നമ്മളെടുത്തു. സെല്ല് മാറ്റി വെക്കാം. സെല്ലെടുത്ത് നമുക്കത് ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിനകത്ത് ഈ ഒരു വുഡൻ കവറിങ്, ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു കവറിങ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തമ്മിൽ ഒരു ഡാമേജ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്താ പറയുക, ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, നമ്മൾ ആ ഇൻസുലേറ്റഡ് എന്താ പറയുക കവർ നമ്മൾ മൊത്തത്തിൽ എടുക്കുക. ഇനി നമ്മൾ ഇങ്ങനത്തെ നമ്മൾ മുമ്പ് യൂസ് ചെയ്ത കട്ടർ വെച്ച് ഇനി ആ ഒരു പാർട്ട് നമ്മൾ വെട്ടിക്കളയുക. ഇച്ചിരി നീളമുള്ള പാർട്ട് നമ്മൾ വെട്ടിക്കളയുക. ഇപ്പോൾ ഇത് കാണാൻ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, പിന്നെ മൂർച്ചയായിട്ടിരിക്കുന്ന സ്ഥലമൊക്കെ ഇച്ചിരി സേഫ്റ്റി ആക്കുക. സാൻഡ് പേപ്പറൊക്കെ വരച്ച് ഇച്ചിരി നല്ല ആക്കുക. ഓക്കെ, പിന്നെ ഇങ്ങനെ ഉണ്ടാകും കാണാൻ. ഇനി ഞാനിപ്പോൾ സോൾഡർ ഞാനെടുത്ത് ഇനി നമുക്ക് ആ രണ്ട് ടെർമിനലിലും സോൾഡർ ചെയ്യണം. ജസ്റ്റ് സോൾഡർ നമുക്ക് വെക്കണം. ഓക്കെ, നമുക്ക് സോൾഡർ ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ കാര്യങ്ങൾ ഓർക്കണം. നിങ്ങൾ ഉടനെ ആ ടെർമിനലിൽ പോയി തൊടരുത്. ടെർമിനൽ ഇച്ചിരി ഹീറ്റഡ് ആയിരിക്കും. അപ്പോൾ ഉടനെ പോയി തൊട്ട കൈ കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇച്ചിരി ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വെക്കുക. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ രണ്ട് ടെർമിനലിൽ ഇപ്പോൾ സോൾഡറിങ്ങാണ് അപ്ലൈ ചെയ്തു. ഓക്കെ, ഉണ്ടോ, എൻ്റെ കൈ പൊള്ളി, ടെർമിനൽ നല്ല ചൂടായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രണ്ട് വയർ എടുക്കുക. ഓക്കെ, പിന്നെ ഞാൻ എൻ്റെ സോൾഡറിങ്ങാണ് എടുത്തു. ഇനി നമ്മുടെ രണ്ട് വയർ നമ്മളെടുത്തിട്ട് നമ്മൾ സോൾഡർ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ സോൾഡറിങ്ങാണൊക്കെ യൂസ് ചെയ്യുന്നവരെ വളരെ കെയർഫുൾ ആയിരിക്കണം. ബിക്കോസ് ജസ്റ്റ് ഒന്ന് കയ്യിൽ പെട്ടാലും ആ സ്ഥലം നല്ല ഡാമേജ് ആണ് നിങ്ങളുടെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ചുമ്മാ ഇച്ചിരി സോൾഡറിങ്ങാണ് അതിൻ്റെ മുകളിലായിട്ട് ഇച്ചിരി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് കവറായിരിക്കണം. ഇപ്പോൾ നിങ്ങളുടെ ഗ്ലൗസിലാണെങ്കിൽ ഇപ്പോൾ സോൾഡറിങ്ങാൻ പെടുകയാണെങ്കിൽ ഗ്ലൗസ് ആണെങ്കിൽ കീറിപ്പോവും. നിങ്ങളുടെ കയ്യിലാണെങ്കിൽ അത്രയ്ക്ക് ഡാമേജ് വരത്തില്ല. റബ്ബർ ഗ്ലൗസ് ആണെങ്കിൽ, പ്ലാസ്റ്റിക് ഗ്ലൗസ് ആണെങ്കിൽ ചിലപ്പോൾ അറിയത്തില്ല, ഉരുകിപ്പോവും, അറിയത്തില്ല. ഇപ്പോൾ ഞാൻ റബ്ബർ ഗ്ലൗസാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നല്ലപോലെ സോൾഡർ എടുത്തു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കണക്ടർ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിനായിട്ട് ഇപ്പോൾ ഞാൻ സ്വന്തം ഒരു മിനി ഫ്ലാഷ് ലൈറ്റ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്ക് വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ടെസ്റ്റിങ് തുടങ്ങിയാലോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ടെസ്റ്റിംഗ് ഒക്കെ നല്ല സൂപ്പറായിട്ട് സക്സസ് ആയി. ഇനി നമുക്ക് ഇതിനൊരു കവറിങ് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഡക്ട് ടേപ്പിൻ്റെ ഒരു ചെറിയ സ്ട്രിപ്പ് ഞാൻ വെട്ടിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കണക്ടർ നമ്മൾ എടുക്കുക. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ
നിങ്ങൾ ബാറ്ററി ഊരുന്ന നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ബാറ്ററി ഊരാൻ നേരം അതിൻ്റെ ഒരു ബോട്ടം പാർട്ടാണിത്. അപ്പോൾ എന്തായാലും ഊരാൻ നേരം നിങ്ങൾക്കിത് കിട്ടും. ബാറ്ററിയുടെ താഴെ നോക്കിയാൽ മതി, കിട്ടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഡക്ട് ടേപ്പ് എടുക്കുക, ഇങ്ങനെ ഇളക്കിയതിന് ശേഷം കറക്റ്റ് സെൻറ്റർ നടുക്കി കൊണ്ട് നമ്മൾ വെക്കുക. നടുക്കി വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ കവറെടുത്ത് നമ്മൾ വെച്ചിട്ട് ഡക്ട് ടേപ്പ് എടുത്ത് ഇങ്ങനെ ചുറ്റുക. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഡക്ട് ടേപ്പ് എടുത്തിപ്പോൾ നമ്മൾ ചുറ്റി എല്ലാം പിന്നെ നല്ലപോലെ നീറ്റാക്കുക. ഇപ്പോൾ നമ്മുടെ കണക്ടർ ഇപ്പോൾ മൊത്തത്തിൽ സക്സസ്ഫുൾ റെഡിയായി. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ കണക്ടർ ഇപ്പോൾ നല്ലൊരു സക്സസ്ഫുള്ളായി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഈ കണക്ടർ എന്തിനാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു വയർ ഇപ്പോൾ നമ്മൾ എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ അതിപ്പോൾ കുറച്ച് സമയത്തിനേ ഇരിക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആട്ടി കഴിഞ്ഞാൽ താഴെ വീഴും. പക്ഷെ നമ്മൾ ഒരു കണക്ടർ യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് 2 വയറും അവിടെ ഇരുന്നോളും. പിന്നെ നമുക്ക് എപ്പോൾ നമുക്കിത് ആവശ്യമുണ്ടെങ്കിലും ഈ ഒരു 2 വയർ നമുക്ക് സ്ട്രിപ്പ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് എങ്ങനെ ഉണ്ടാക്കിയെന്നാണ്. ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ടില്ല, നമ്മൾ ഈ ബാറ്ററി ഊരി അതിനുശേഷം ഇങ്ങനത്തെ ഒരു ടോപ്പ് പാർട്ട് നമ്മൾ ഇളക്കി. ഓക്കെ, അത് ഇളക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു LED ലൈറ്റ് എടുക്കുക. അതിനുശേഷം ഒരു 1 mm ഒരു റെസിസ്റ്റർ എടുക്കുക. അതുകൊണ്ട് നമ്മുടെ 1 mm റെസിസ്റ്റർ നമ്മുടെ 9 വോൾട്ടിൻ്റെ ബാറ്ററിയുടെ ഹെഡിൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്ക് സോൾഡർ ചെയ്ത് വെക്കുക. അതിനുശേഷം 1 mm റെസിസ്റ്ററിൻ്റെ മറ്റേ സൈഡിലേക്ക് നമ്മുടെ LED ലൈറ്റിൻ്റെ ഒരു ടെർമിനൽ സോൾഡർ ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ LED ലൈറ്റിൻ്റെ മറ്റേ ടെർമിനൽ ജസ്റ്റ് ഈ ഒരു സൈഡിലോട്ട് വേണ്ടി ഇങ്ങനെ വളച്ച് വെക്കുക. കണ്ടോ, നമ്മൾ ഈ ഒരു ടെർമിനൽ ഈ ഒരു സൈഡിലോട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വളച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഈ ഒരു ബാറ്ററി ഊരിയപ്പോൾ നിങ്ങളിങ്ങനത്തെ ഒരു ഇച്ചിരി ലോങ് ആയിട്ടുള്ളൊരു പീസ് കണ്ടില്ലായിരുന്നു. നമ്മൾ ലോങ് ആയിട്ടുള്ള സാധനം വെട്ടി നമ്മൾ മാറ്റിയില്ലേ. അപ്പോൾ ആ ഒരു സാധനം നമ്മൾ ആ ഒരു വീഡിയോ എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ഫുള്ളായിട്ട് വെട്ടി ഇതിനകത്ത് നമ്മൾ ഈ ഒരു സൈസിൽ നമ്മൾ വെട്ടാൻ പാടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു സാധനം നമ്മൾ ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് നമ്മളെടുത്ത് 9 വോൾട്ട് ബാറ്ററിയുടെ മോഡലിലേക്കാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ റെഡിയായി. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്കിവിടെ 2 ഗ്യാപ്പ് കാണാൻ പറ്റും. ഈ ഒരു 2 ഗ്യാപ്പ് കാണാൻ പറ്റും. ഞാനിപ്പോൾ സിസർ അവിടോട്ട് വെച്ചപ്പോഴത്തേനും ലൈറ്റ് കത്തി കണ്ടക്ടർ വരുന്നുണ്ട്. 2 ഗ്യാപ്പ് കാണാം. അപ്പോൾ നമ്മൾ എന്തായെന്ന് വെച്ചാൽ, 2 കൂടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുട്ടിച്ചു കൊടുത്താൽ ലൈറ്റ് കത്തും. ഇതാണ് നമ്മുടെ ഫ്ലാഷ് ലൈറ്റ്. ഓക്കെ, നല്ല സൂപ്പറായിട്ട് കത്തുന്നുണ്ട്. അടിപൊളി ഫ്ലാഷ് ലൈറ്റാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ സെറ്റ് ചെയ്യുക. അപ്പോഴേ എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഉടനെ കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ഇറ്റ്സ് മീ ആരഞ്ജനോ സൈനിങ് ഔട്ട്.